بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد. ഹർഫുകളുടെ മഖാരിജ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, ഇതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പൊതുവായിട്ടുള്ള മുഖ്യമായ മഖ്റജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 മഖ്റജുകൾ നാം മനസ്സിലാക്കുകയുണ്ടായി. ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈശൂം. ഇതിൽ ജൗഫും ഹൽഖും വ്യക്തമായി നാം അറിഞ്ഞു. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളും. ശേഷം ലിസാൻ എന്ന പ്രധാനപ്പെട്ട മഖ്റജ്, അതിൽ 10 മഖ്റജുകളുണ്ട്. 18 ഹർഫുകൾ അതിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നും നാം മനസ്സിലാക്കി. അതിൽ ആദ്യത്തെ 2 മഖ്റജുകൾ അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം. ഇത് 2 മഖ്റജുകളാണ്. ഒന്ന് അഖ്സൽ ലിസാൻ മിൻ ഫൗഖ്, മുകളിൽ നിന്നായിക്കൊണ്ട് ഉത്ഭവിക്കുന്ന ഹർഫ്, നാവിൻ്റെ അങ്ങേയറ്റം. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരം ഖാഫ്. ശേഷം അല്പം ഖാഫിൻ്റെ മഖ്റജിൽ നിന്ന് അല്പം മുന്നോട്ടായി അഖ്സൽ ലിസാനിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന രണ്ടാമത്തെ അക്ഷരമായ കാഫ്. കാഫ്, ഇതും നാം പറയുകയുണ്ടായി. ഇനി മൂന്നാമത്തെ മഖ്റജ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ട ഒരു മഖ്റജ്. വസത്തുൽ ലിസാൻ മഅ മാ യുഹാദിഹി മിനൽ ഹനകിൽ അഅല വയഖ്റുജു മിൻഹു അൽ ജീമു ഫശ്ശീനു ഫൽയാഉ ഗൈറുൽ മദ്ദിയ്യ. നാവിൻ്റെ മധ്യം, വസത്തുൽ ലിസാൻ എന്ന് പറഞ്ഞ നാവിൻ്റെ മധ്യം. മഅ മാ യുഹാദിഹി മിനൽ ഹനകിൽ അഅല, അതിനോട് നേരായി നിൽക്കുന്ന, നേരിട്ട് നിൽക്കുന്നതായ മേലെ അണ്ണാക്ക്. ഈ സ്ഥാനത്ത് നിന്നായി ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ജീം, ജ എന്ന അക്ഷരം. ജ ജ ജീം. ജീമിന് ഒരു പ്രത്യേക സ്വഭാവമുള്ളത്, അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. സുക്കൂന് വരുമ്പോൾ ജ്, തജ്രി, തജ്ജ്, തജ്രി എന്ന് വ്യക്തമാക്കി പറയണം. തജ്രി, തജ്രി എന്നല്ല, തജ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നതുൻ തജ്രി മിൻ തഹ്തിഹ, തജ്രി അജ്റൻ ഹസന, അജ്റൻ, പറഞ്ഞു നോക്കൂ, അജ്റൻ ഹസന. പ്രത്യേകിച്ചൊരു പരിശീലനം ജീമിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മലയാളത്തിലൊക്കെ നമ്മൾ പറയാറുള്ള ജ എന്ന ശബ്ദം അത് തന്നെയാണ്. വയഖ്റുജു മിൻഹു അൽ ജീം. പിന്നീട് വരുന്ന ഫശ്ശീൻ, പിന്നെ ഫ എന്ന് പറഞ്ഞാൽ അല്പം മുന്നിലായിക്കൊണ്ട് ഫഉം, ഫശ്ശീൻ അല്പം മുന്നിലായിക്കൊണ്ട് ഷീനും ഉത്ഭവിക്കുന്നു. ഷീന് ശ്രദ്ധിക്കേണ്ടത്, മലയാളത്തിൽ 2 അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നു. ഒന്ന് പശു എന്ന ഷ, മറ്റൊന്ന് മഷി എന്ന ഷ, അല്ലേ? ഷ, ഷ. ഇത് രണ്ടിൻ്റെയും മധ്യയാണ് അറബിയിലെ ഷ. വശംസി, പറഞ്ഞു നോക്കൂ, വശംസി വദുഹാഹ, വശംസി. ഷീനിൻ്റെ പ്രത്യേകത, ഷീനിന് മാത്രമുള്ള ഒരു സ്വഭാവമാണ്, സിഫത്താണ് തഫശി എന്നത്.
പരക്കുക. ഇൻഷാ അല്ലാഹ് സിഫാത്തുൽ ഹുറൂഫിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഏറെ ഇങ്ങനെ അത് ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നു എന്നതാണ്. മറ്റക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഷീനിനുള്ള ഒരു സിഫത്ത്, തഫശി ഉള്ള അക്ഷരമാണ്. അപ്പോൾ വശംസി, അത് വശംസി എന്ന് വശംസി എന്നൊന്നും പറഞ്ഞാൽ ഷീനാവുകയില്ല. ഷീനായി തന്നെ ഉച്ചരിക്കണം. വശംസി വശംസി അല്ലേ. അംഷാജ് അംഷാജ്. ഷെയ്ഖ് ഹാനി വന്നല്ലോ. ഷെയ്ഖ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത അക്ഷരം യാ ആണ്. യാ ഗൈറുൽ മദ്ദിയ, ദീർഘാക്ഷരമല്ലാത്ത യാ. ലം യലിദ് വലം യൂലദ് എന്നൊക്കെ പറയുമ്പോൾ, ഖൈറൻ എന്നൊക്കെ പറയുമ്പോഴുള്ള ലീനുള്ള ലോലമായി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരം. ഈ 3 ഹർഫുകളാണ് ഈ മഖ്റജിൽ നിന്നും ഉത്ഭവിക്കുന്നത്.